ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഗിവ് അവേ വിന്നേഴ്സിന്റെ ഗിഫ്റ്റ്സ് എല്ലാം പാക്ക് ചെയ്തിട്ട് കൊറിയർ അയക്കാൻ പോവാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മൺഡേ ആണ് കൊറിയർ അയച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ എല്ലാ പ്ലാൻസും തകിടം മറിച്ചുകൊണ്ട് ഫ്യൂ ഡേയ്സ് ആയിട്ട് എനിക്ക് നല്ല ബോഡി പെയിൻ ആൻഡ് ഫിയർ ഒക്കെയാണ്. അങ്ങനെ എന്നെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് റേപ്പേഴ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചു. പക്ഷേ ഗിഫ്റ്റ്സ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ആക്കാനുള്ള ഒരു എനർജി എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ ആയപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് ബോഡി പെയിൻ ഒക്കെ കുറഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ ഗിഫ്റ്റ്സ് ഒക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുത്ത് സെറ്റാക്കി. ദെൻ ഇനിയും ലാഗ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് തന്നെ തേഴ്സ്ഡേ പോയിട്ട് സ്പീഡ് പോസ്റ്റിൽ കൊറിയേഴ്സ് അയച്ചു. അപ്പോൾ വിന്നേഴ്സിനെ വേഗം കിട്ടുകയും ചെയ്യുമല്ലോ. അങ്ങനെ കൊറിയർ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനും ഉമ്മച്ചി നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. ബിക്കോസ് വേറെ ഒന്നുമല്ല, ഡോക്ടർ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് വൈറ്റമിൻസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട്. എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. എന്താണാവോ കാൽസ്യത്തിനും വൈറ്റമിൻസിനും ഒന്നും എന്നോട് വലിയ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. സത്യത്തിൽ എന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ് എനിക്ക് മെഡിസിൻസ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ഗൈസ്. മടിയെന്നല്ല, എനിക്ക് കുഞ്ഞു കുഞ്ഞു ഗുളികളൊന്നും കുഴപ്പമില്ല, വലിയ ഗുളികൾ ഭയങ്കര പേടിയാണ്. എന്റെ പോലെ ടാബ്ലറ്റ്സ് കഴിക്കാൻ പേടിയും ചെറിയ മടിയൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് കമന്റ് ബിലോ, എന്റെ ഒരു സമാധാനത്തിന്. ഇഞ്ചക്ഷന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട, എനിക്ക് ലോക പേടിയായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന ഞാനൊന്നും ആയിരുന്നില്ല ഒരു 1 ഇയർ മുമ്പ് വരെയുള്ള ഞാൻ. ആ കഥ എന്താന്ന് വെച്ചാല്, ജസ്റ്റ് 1 ഇയർ മുമ്പ് എന്റെ പൂച്ചക്കുട്ടി എന്നെ ഒന്ന് ചെറുതായിട്ട് മാന്തി. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് 5-8 ഇഞ്ചക്ഷൻസ് ആണ് ചെറുപറാന്ന് എടുക്കേണ്ടി വന്നത്. അന്ന് ഞാൻ കുറെ വേദന സഹിച്ചെങ്കിലും ആ ഒരു ഡേ കൊണ്ട് ഉണ്ടായ ഒരു ഉപകാരമാണ് ഇഞ്ചക്ഷനോടുള്ള ഭയങ്കരമായ പേടി ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കിട്ടി.